തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ നിയോഗിച്ചതിൽ സന്തോഷമെന്ന് കെ ജയകുമാർ IAS. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും കെ ജയകുമാർ. എന്നാൽ ദേവസ്വം പ്രസിഡന്റായി നിയമിച്ചതിൽ തനിക്ക് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കും. ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെൻറ്റും അതിൻ്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൗണ്ടിങ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15 നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ശരി, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, PS പ്രശാന്തിനെ വെട്ടി ഈ കെ ജയകുമാറിനെ സർക്കാർ ഈ സീറ്റിലെടുത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി നിർദ്ദേശിച്ച, മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കെ ജയകുമാർ. ഇദ്ദേഹം ശബരിമലയിലേക്ക് വരുന്നത് ഇത് ആദ്യമല്ല. അപ്പോൾ ഇദ്ദേഹം ശബരിമലയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഈ ഔദ്യോഗിക അറിയിപ്പ് എപ്പോഴുണ്ടാകും? മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കെ ജയകുമാർ ആരാണെന്നും എന്താണെന്നും കൂടി മനസ്സിലാക്കി കൊടുക്കൂ വീണ. അശ്വതി, ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കെ ജയകുമാർ അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, IAS ഉദ്യോഗസ്ഥനാണത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ചുമതലകൾ വഹിച്ച ഒരാളാണ്. മാത്രമല്ല, ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ കൂടിയായിരുന്നു. കൂടാതെ തന്നെ മലയാളം സർവകലാശാലയിലെ തന്നെ പ്രധാന ചുമതല വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളും വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം അത്തരത്തിലാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വലിയ തരത്തിൽ കേരളത്തിൽ അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും വൃത്തിയായി നിർവഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പുതിയ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോർഡടക്കം, അതായത് ഭക്തരുടെ ഭാഗത്തടക്കം ഈ ശബരിമല സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കുണ്ടാവുകയും തുടർന്ന് ഈ വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ തന്നെ ബോർഡിന്റെ പ്രതിച്ഛായയ്ക്കടക്കം മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടണമെന്നുള്ള കാര്യമൊക്കെ ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഈ വിവാദങ്ങളും ഒപ്പം തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥരടക്കം പ്രതികളായ ഒരു സാഹചര്യത്തിലാണ് ബോർഡിന്റെ കാലാവധി നീട്ടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നത്. പലതരത്തിലുള്ള പേരുകൾ ആദ്യഘട്ടത്തിൽ, അതായത് മുൻ MP അടക്കമുള്ള സമ്പത്തിന്റെ പേരുകളടക്കം ആദ്യഘട്ടത്തിലേക്ക് പരിഗണിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു എങ്കിലും ഏവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുസമ്മതൻ കൂടിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാവുക, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റവും എടുത്ത് പ്രധാനമായി പറയുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചുമതല ഒരു നിയോഗമായി കാണുന്നു. താൻ അയ്യപ്പ വിശ്വാസിയാണ്, ഭക്തനാണ്. താൻ ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഈ ഒരു അവസരത്തിൽ താൻ സന്തോഷവാനാണ്. ആദ്യം പരിഗണന നൽകുക, ഏറ്റവും പ്രധാനപ്പെട്ടമായി നൽകുന്ന പരിഗണന മണ്ഡലകാലം വരികയാണ്. ആ മണ്ഡലകാലത്ത് എത്തുന്ന ഭക്തർക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കുക, പമ്പയിൽ ഒരുക്കുക. അതിനായിരിക്കും താൻ അടിയന്തരമായ അത്തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും താൻ കടക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വെച്ച് ദേവസ്വം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്ന ചോദ്യത്തിലും നിലവിൽ കൂടിക്കാഴ്ചകളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചോദ്യം, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇത് മുൾക്കിരീടമായി കാണുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. കാര്യം ഈ കേസുമായി
ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള സ്വർണ്ണക്കടത്തും അഴിമതിയും ഒക്കെ നടക്കുന്ന വാർത്തകൾ ജനം TV തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുൾക്കിരീടമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് കിരീടം കൈകാര്യം ചെയ്യും പോലെ ഇരിക്കും, മുള്ളുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല ഇപ്പോൾ തനിക്ക് കിട്ടിയ അവസരം താൻ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. ഈ അടിയന്തരമായി ഈ ഒരു വിഷയങ്ങളിലായിരിക്കും ശ്രദ്ധ ചെലുപ്പിക്കുക. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കവർച്ച പോലുള്ള വിഷയങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയത്. വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ഭരണവും ദേവസ്വം ബോർഡിലും ശബരിമലയിലും ഒക്കെ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കും, ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അശ്വതി. യെസ് വീണ, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലപ്പെടുത്തിയതിൽ തന്നെ നിയോഗിച്ചതിൽ സന്തോഷമെന്നാണ് കെ ജയകുമാർ IAS മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ N വാസുവിന് വീണ്ടും SITയുടെ നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കസ്റ്റഡിയിലുള്ള 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും വെവ്വേറെ ഇരുത്തിയുമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ. പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും. അതേസമയം SIT കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് തുടരും. മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കങ്ങളുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വീണ്ടും അങ്ങനെ വാസുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നു.